ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു കടയിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഒരു സ്പെഷ്യൽ സ്ഥലമാണ്, ഫുള്ള് ആംബിയൻസ് ആയിട്ടുള്ള സ്ഥലം. കടയുടെ പേര് പൂജാരി ഫിഷ് ലാൻഡ് എന്നാണ്. അത് കേട്ടിട്ട് ആരും നാട്ടിലെ പൂജാരിയാണെന്ന് വിചാരിക്കണ്ട. ഇതെന്താ പേര് കിട്ടിയെന്ന് അറിയത്തില്ല. ഇതാണ് ഈ കടയിലേക്കുള്ള കാർ പാർക്കിങ്. ഇത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ് ഈ കടയുള്ളത്. ഇവിടെ സാധാരണ വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് വണ്ടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇന്ന് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഒരു 10-12 കാറുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇതാണ് കടയുടെ ഒരു ഹൈവേ എന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരു ലുക്കാണ് ഈ മേളിൽ. ഫുള്ള് ലൈറ്റ്. ഒരു 550 മണികൾ കാണും അതിൻ്റെ മണ്ടയിൽ, അതും വലിയ മണികൾ. ഇവിടെ കുറേ ബോൺസായി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. വലിയൊരു കാളയുണ്ട്, നമ്മുടെ ബാഹുബലിക്കത്തൊക്കെ ഇല്ല, അതായത് ഒരു സൈസുള്ള സാധനമാണ് ഈ കിടക്കുന്നത്. 2 എണ്ണം ഉണ്ട്. അതിൽ ഒരാൾ തന്നെ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. കാണുന്നുണ്ടോ? ഒരാളാണ് അപ്പുറത്ത്. ഇതുകൊണ്ട് അവൻ എണ്ണീറ്റു. ഓ ഉണ്ട് ഗോയ്സ്, അവൻ എണ്ണിച്ച് തല പൊക്കി നോക്കുന്നു ഗോയ്സ്. അവനിങ്ങനെ തല പൊക്കി നോക്കുന്നുണ്ട്. എണ്ണിച്ച് വരുമോ നോക്കട്ടെ. എണ്ണിച്ച് വരുമോ? നോക്കുന്നുണ്ടോ? അയ്യോ, അവൻ ശ്വാസം വിടുന്ന സൗണ്ട് ഭയങ്കര സൗണ്ട് കേട്ടോ. ഭയങ്കര ടയർ അടിച്ചു വിളിക്കും. കുറേ പുലികൾ ഇതായിരിക്കുന്നത്. വലിയൊരു കാള. ഞാൻ അടുത്തന്നെ ഇപ്പം വന്നാലും അവൻ എൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറും. എടാ വീടിലടാ മുട്ട. ആണാ ആ ചക്കുപ്പിട്ടുണ്ട് ടയറിനെ മണ്ടയ്ക്ക് നോക്കിണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അയ്യോ, ടയറിനെ കടിക്കില്ലേ. ഇവിടെ ഒരു കുഞ്ഞിക്കിടാവുണ്ട് ഇവിടെ. പുതിയതാണ് തോന്നുന്നു കേട്ടോ. പിന്നെ എൻ്റെ അപ്പുറത്ത് കുറേ പശുക്കളുണ്ട്. കുഞ്ഞു പശുക്കളുണ്ട് ഇവിടെ. ഇവിടെ നേരത്തെ താറാവൊക്കെ ആയിരുന്നു. അങ്ങനെ ചക്കുപ്പിക്ക് ഭയങ്കര ആഗ്രഹം പശുക്കുട്ടിയെ തൊടണമെന്ന്. എന്നാണ്ട് ചക്കുപ്പി പശുവിനെ തൊട്ടോണ്ടിരിക്കുന്നു. തൊട്ടടാ, ഒന്നും ചെയ്യത്തില്ലടാ. തൊട്ടോ. അയ്യോ, ചക്കുപ്പി പേടിച്ചു പോയി. ചക്കുപ്പി പേടിച്ചു പോയി ഗൈസ്. ആളപ്പുറത്ത് കയറണമെന്ന്. അതേ കണ്ടിരിക്കുന്നു ചക്കുപ്പി. ഇതാരാ? ഇതാരാ? അയ്യോ വീടല്ലേ മുറുകെ പിടിച്ചിരുന്ന വീട്. അകത്തെ കയറാൻ മതി, അവിടെ ചെടി വെച്ച്. ഞാൻ ഇറങ്ങാം. അപ്പൊ 3ആയി. ഇന്ന 2 3. ഇതിനെ നീ എടുത്തു. പോ. അയ്യോ, ഇതുകൊണ്ട് അതിന് ജീവൻ വെച്ച്. അയ്യോ, മൂക്കിനകത്ത് കൈയിട. അയ്യേ, ഞാനെടുത്തും നിന്നിട്ടെ ഞാനെടുത്തും ടൈഗറിന്റെ മൂക്കിനകത്ത് കൈയിട്ട് കുത്തും. വായിക്കാതെ കേട്ട് കടിക്കും. ഇനി വണ്ടിപ്രാന്തന്മാർക്കായിട്ടുള്ള ഒരു ഏരിയ ആണ്. അടാറ് സാധനം. ഇതൊക്കെ വണ്ടിപ്രാന്തന്മാർക്ക് അറിയായിരിക്കും. നമുക്ക് വണ്ടിപ്രാന്തം ഉണ്ടെങ്കിലും പക്ഷെ ഇതിന്റെ പേരൊന്നും വലിയായിട്ട് അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ പേരറിയുന്നവരൊന്ന് കമന്റ് അടിക്കണം കേട്ടോ. ഒന്നിത് ഒരെണ്ണം കണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു ഭയങ്കര കളക്ഷനാണ്. ഒരു പൊടി പോലും പറ്റാതെ അവർ സൂക്ഷിച്ചേക്കുന്ന കേട്ടോ. എപ്പോഴും
കുറേ ഇഗ്വാന കിടപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. വലിയൊരുണ്ട് സാധനങ്ങൾ കേട്ടോ. പിന്നെ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു സെക്ഷൻ ബൈക്കിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ ഉണ്ട് കണ്ടോ. പണ്ടത്തേത് മുതൽ ഇങ്ങനെ കറങ്ങി എന്താ ഗൈസ് എന്താ ഇപ്പോഴത്തെ നമ്മുടെ ബുള്ളറ്റ് വരെ ഉണ്ട്. ഉണ്ടായിരുന്നല്ലോ എന്താ ഗൈസ്. ഇതിന് മണ്ടയ്ക്ക് ഫുള്ള് മണികളാണ്. എന്തോരം മണി ഉണ്ടെന്നറിയോ. ഞാൻ ഇന്നാളെ ഒരു ദിവസം കൊത്തിയിരുന്ന് എണ്ണിയിട്ട് ഒരു 150 മണിയോളം കിട്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ കയറി വരുന്നൊരു എൻട്രൻസ്. കൊച്ചാട്ടൻ ഇവിടെ ഉണ്ട്. രാവിലെ 11 തൊട്ട് വൈകുന്നേരം 11 മണി വരെയാണിത്. 11:30. പിന്നെ ഇവിടെ ഒരു ചേച്ചി വെറുതെ ജലം പാഴാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫൗണ്ടേഷൻസ്. ഇതാണ് പൂജാരി ഫിഷ് ലാൻഡിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസ്. കണ്ട പൂജാരി ഫിഷ് ലാൻഡ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ അകത്തോട്ട് പോവാണ് ഇനി ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മൈസൂരൊക്കെ പോകുമ്പോൾ വരുന്നതാണ്. ഇവനെപ്പോൾ വന്നാലും ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറും. ഞാൻ അത് കുത്തിപ്പൊട്ടിക്കില്ലടാ. ഇവിടെ കാർ പാർക്കിംഗ് അകത്തുമുണ്ട്. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നവരായിരിക്കും. ഇവിടെ വന്നിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് അടിക്കണം കേട്ടോ. വരാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഒന്ന് കയറണം. നീർദോശയും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ സൂപ്പറാണ്. നീർദോശയാണ് ഞങ്ങളിപ്പം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ കാണിക്കാം. പുറത്ത് നല്ല ഇവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പം ഇടിച്ചു വേണേനെ അവർ. അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോകാം. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും ഉണ്ട്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ഫുള്ള് ഗോൾഡൻ കളറ്. പൂജാരി ഫിഷിന്റെ ഫിഷ് ഉണ്ട്. മുത്തും ചക്കവും കൂടെ റെസ്റ്റ് റൂമിൽ പോവാണ്. ഇവിടെ കണ്ട ഫുള്ള് ഗോൾഡന്റെ മണികൾ ഇവിടെ തൂക്കി. മണികളല്ല, വിളക്ക്. ഫുള്ള് വിളക്ക് തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഹാള് മാതിരി. ഇവിടെ ലിക്കർ ഒന്നും നോട്ട് അലൗഡ് അല്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഫാമിലി ഉള്ളിയാണ്. അവിടെ ആണെങ്കിൽ ലിക്കർ അലൗഡാണ്. നമ്മൾ അതിൻ്റെ അകത്തല്ല ഇരിക്കുന്നത്. അതിൻ്റെ മേളിലും ഉണ്ട്. നമ്മൾ പക്ഷേ ഇവിടാണ് ഇരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ കേട്ടോ. പിന്നെ ഫുഡും സൂപ്പറാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നീർദോശയാണ്. നീർദോശയും മീൻകറിയും. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും വന്നേക്കുന്നത്. ചക്കു അതിൻ്റെ അകത്ത് കൈയിടാൻ വേണ്ടി ഇപ്പോൾ അവരാണെങ്കിൽ റോസാന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുന്നുണ്ട് വെള്ളത്തിൽ. നല്ല രസമില്ലേ കാണാൻ? ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലാത്തവര് മൈസൂരൊക്കെ വരുവാണെങ്കിൽ ഇവരൊന്ന് വന്ന് നോക്കണം കേട്ടോ. മൊത്തം ചക്കവും വരുന്നുണ്ട്. ഞാനും കൂടെ വരുന്ന കണ്ടോ. ചക്കു ആണെങ്കിൽ ഇന്ന് ഷാട്ടിങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര ഷാട്ടിയൊക്കെയാണ്. ഇന്ന് പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് കഴിക്കാൻ ചക്കുവിന് ഫിഷിനെ തൊടണമെന്ന്. മുത്തനാണെങ്കിൽ ഇവിടെ കഴിക്കാൻ കയറാൻ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ലോക്ക് ചെയ്തു വന്നു. അത് എപ്പോഴും ഉള്ളതാ കേട്ടോ. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യും, എന്നിട്ട് ഒരു 100 വട്ടം പോയി നോക്കും. ലോക്കാക്കിയോ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടോ. ഇതെന്നും ഉള്ളത് മുത്തിന് നോക്കാൻ പോയേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? അപ്പൊ നമുക്ക് നേരെ അകത്ത് പോയി ഫുഡ് കഴിക്കാം. അകത്തോട്ട് കയറുന്ന വഴിയാണ്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഇവിടെ രണ്ടുപേരും വന്നിരിപ്പുണ്ട് കഴിക്കാനായിട്ട്. നീ വരും ഒരുത്തിനൂടെ ഏതാണ്ട് എണ്ണിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് അറിയാം. ഇവിടെ വിശന്നിട്ട് വയ്യ.
വിശന്ന് കുടൽ കരിഞ്ഞല്ലേ ചപ്പു? ചപ്പുന് വിശക്കുന്നോ? എനിക്കും വിശക്കുന്നു, നല്ല വിശക്കുന്നുണ്ട്. എല്ലാം വിശക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് വന്നിട്ട് നമുക്ക് അടുത്ത കാണിക്കാം. അപ്പുറത്തെ സൈഡ് ടോപ്പിൽ കാണുന്ന എല്ലാം ഡൈനിങ് ഏരിയ ആണ്. ആ സൈഡില് ലിക്വറും ഫുഡും എല്ലാം കിട്ടും. നമ്മൾ കുഞ്ഞുള്ളതുകൊണ്ടാണ് ആ സൈഡിൽ പോയിരിക്കാനുള്ളത്. പറഞ്ഞേക്കുന്നത് 2 ലെമൺ സോഡ, പിന്നെ വലിയൊരു അയലക്കറി. ഇത്രയും വലിയ അയല ഞാൻ ആദ്യമായിട്ട് കാണും. മൊത്തത്തിൽ കിടക്കുക. കണ്ട പ്ലേറ്റിന് വെളിയിൽ ചാടി കിടക്കുന്നു. പിന്നെ ഒരു ചിക്കൻ കബാബ്, പിന്നെ ഒരു നീർദോശ. ഇതാണ് നീർദോശ, കട്ടിയില്ലാത്തൊരു ദോശ കേട്ടോ. ചക്കുപ്പിക്ക് വിശന്നിട്ട് അവന് കണ്ണ് കാണാൻ വയ്യാതിരിക്കുകയാണ്. കണ്ട കണ്ണ് കണ്ടോ? കണ്ണടച്ച് കണ്ണ് കാണാതിരിക്കുന്നുണ്ട്. ചക്കുപ്പിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ചക്കുപ്പിക്ക് മാത്രമുള്ള നീർദോശ ഇപ്പോൾ വന്നേക്കുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കാണാം. അങ്ങനെ ഞങ്ങളുടെ ബാക്കി നീർദോശയും വന്നിട്ടുണ്ട്. കണ്ടോ, ഞങ്ങളെ ടേബിൾ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അമ്മ എങ്ങനെ ഉണ്ട് ഈ കബാബൊക്കെ? ഇവിടുത്തെ കബാബൊക്കെ അടിപൊളിയാണ്. ചക്കുപ്പിക്കും തിന്നുന്നുണ്ട് നല്ലതായിട്ട്. വലിയ എരിയോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള ആശാൻ തിന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ അവൻ ആ കബാബ് ഒന്നും തൊടാത്തവനാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഓരോ ടേബിളിലും ഓരോ വെയിറ്റർമാരാണ് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര സ്പീഡിൽ അവർ ഡെലിവറി കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് എണ്ണയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതാണ്ട് ഇരുന്ന് ഞെളിപ്പിരി കൊള്ളുന്നുണ്ടായിരുന്നു. ഞാനും ചക്കുപ്പിയും കഴിച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. 2 പേര് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് വരുന്നുണ്ട്. ആടിപ്പാടി വരുന്നതൊക്കെ ഉണ്ട്. അങ്ങോട്ട് ചാടിത്തുള്ളി പോയ ആൾക്കാരാണ്. ഇപ്പൊ തിന്ന് നിറഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. ചക്കുപ്പി എന്താടാ വയ്യടാ? അപ്പൊ ശരി ഗായ്സ്, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഈ വണ്ടികളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇതിന്റെ പേരൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഈ വണ്ടികളും കണ്ടോ, കാളക്കൂട്ടൻ അവിടെ എണ്ണീച്ച് ഇപ്പുണ്ട്. പിന്നെ നമ്മുടെ ബൈക്കുകൾ കുറേ ഇട്ടിട്ടുണ്ട്. സ്കൂട്ടറും ബൈക്കും മറ്റേ പഴയ ലൂണയും സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കുറേ മണികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യം കാണിച്ചാണ്. ഇനി നമ്മൾ ഉടനെ ഇപ്പോൾ ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ മണിക്ക് കുറേ തൂക്കുവിളക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം ഇതുങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ ഗോശാലയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. കണ്ട അവൻ നിന്ന് ചാടുന്നുണ്ടോ? എൻ്റെ പേരെന്താണാവോ? സ്വീറ്റ് ബീഡയോ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പഞ്ചക്കുട്ടൻ എന്തോ ഉണ്ട് അവിടെ കിടക്കുന്നു. അതാ മേളിക്കൂടെ വണ്ടി വന്നുണ്ടോ? അതാണ് മൈസൂർ എക്സ്പ്രസ് വേ, ബാംഗ്ലൂർ മൈസൂർ. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 100 കിലോമീറ്ററോളം പോകണം ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോ കാണാം. ബൈ.